നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പുത്തൻപീടികയിൽ ഗ്രാജുല CO 2026 മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ആദരം നൽകി. വാർത്തകൾ തുടരുന്നു. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞു. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശി 27 വയസ്സുള്ള തമിഴളകനാണ് മരിച്ചത്. സ്നേഹതീരം വടക്ക് ചെമ്മീൻകെട്ടിന് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു തമിഴളകൻ. കോയമ്പത്തൂർ സ്വദേശികളായ 12 പേരാണ് കൂടെയുണ്ടായിരുന്നത്. കുളിക്കുന്നതിനിടയിൽ തിരമാലയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. വിവരമറിഞ്ഞ് അഴീക്കോട് കോസ്റ്റൽ പോലീസ്, വടാനപ്പള്ളി പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകിട്ട് 5 മണിയോടെ മൃതദേഹം നമ്പിക്കടവ് തെക്ക് ഭാഗം ദിക്കർ പള്ളിക്ക് സമീപം കരയ്ക്കടിയുകയായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജല ഗിരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ചാവക്കാട് തഹസിൽദാർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ മലപ്പുറം എരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണനെ ഹാർട്ട് ബീറ്റ്സ് ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന് വലതുവശത്തെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങി വന്ന ബൈക്കിൽ ഇടിച്ചതെന്ന് സാക്ഷികൾ പറഞ്ഞു. തെറ്റായ ദിശയിലേക്ക് ബസ് എടുത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. സംഭവം അറിഞ്ഞ് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി. നാട്ടിക 7-ാം വാർഡിൽ പ്രതിഭകളെയും വിവിധ മേഖലകളിൽ മികച്ച സേവനം അനുഷ്ഠിച്ചവരെയും ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും സമൂഹത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യക്തികളെയും ആദരിച്ചു. വാർഡ് മെമ്പർ രജനി ബാബുവിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അബാക്കസ് സംസ്ഥാനതല മത്സരത്തിൽ വിജയിയായ ദിയ, ചെസ് മത്സരത്തിൽ സംസ്ഥാനതലത്തിൽ നേട്ടം കൊയ്ത ആദികൃഷ്ണ എന്നിവരെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. വ്യക്തിഗത പ്രതിഭകൾക്ക് പുറമെ സമൂഹത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS അംഗത്തെയും ആശാപ്രവർത്തകരെയും അവരുടെ വിലയേറിയ സേവനങ്ങളെ മുൻനിർത്തി ചടങ്ങിൽ ആദരിക്കുകയുണ്ടായി. CPIM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP സോമൻ മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KK സന്തോഷ്, പവിത്രൻ എന്നിവർ സംസാരിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ അടുത്ത +2, +1 അപേക്ഷിക്കുന്ന വിഷയം അവർക്ക് ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അവർ തന്നെ തീരുമാനിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടാവുന്ന രീതിയിൽ അപേക്ഷ നൽകി അവർ ആ രീതിയിലേക്ക് മാറിയാൽ അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പം തന്നെ അതിന് ബേസായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടും. അത് ഡിഗ്രിക്കും അതുപോലെ മറ്റു വിദ്യാഭ്യാസത്തിലേക്കൊക്കെ തന്നെ തുടർന്ന് മാറിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ +2 ആണെങ്കിൽ അതേ രീതിയിൽ തന്നെ അവരൊന്നുകൂടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഒന്നുകൂടി ഉയർന്ന തലത്തിലേക്ക് എത്തി. അതേപോലെയാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം തന്നെ ഏറ്റവും താഴത്തു തന്നെ ഈ രീതിയിൽ നല്ല വിദ്യാഭ്യാസം ലഭിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ തന്നെ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന. പുത്തൻപീടികയിൽ ഗ്രാജുല CO 2026 മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ആദരം. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും
വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ച് ഗ്രാജുവൽ ആസിയോ 2026 സംഘടിപ്പിച്ചു. പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. ഫൊറോന വികാരി റവറൻ ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവക വികാരി റവറൻ ഫാദർ റാഫേൽ മുത്തുപീടിക, വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാരവും, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ റവറൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഡോക്ടർ ഫിലോമിന ചിറയത്ത് മെമ്മോറിയൽ പുരസ്കാരവും വിതരണം ചെയ്തു. സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലെ സ്കൂൾ ടോപ്പർമാർക്ക് 5001 രൂപയും ട്രോഫിയും നൽകി. ഫാദർ ബിബിൻ പടന്നമാക്കൽ അതിരൂപത ഏജൻസിയിൽ 1ാം സ്ഥാനം നേടിയ പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂളിനും SSLCയിൽ 100% വിജയം നേടിയ ഹൈസ്കൂളിനും പുരസ്കാരം സമ്മാനിച്ചു. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ലിൻഡോ പി ആൻഡോയെയും വിശ്വാസ പരിശീലന പരീക്ഷയിൽ അതിരൂപത തലത്തിൽ റാങ്ക് നേടിയ മെജോൾ എലൈസ എന്നിവരെയും അനുമോദിച്ചു. വിശ്വാസ പരിശീലനത്തിൽ 1ാം ക്ലാസ് മുതൽ ACC വരെ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സിസ്റ്റർ ഹേമ, പോൾ PA, AC ജോസഫ്, ആന്റണി AO, സ്റ്റാർലിൻ ഷിൻഡോ, സെയിൻ വിൻസി, സ്മിത P ജോസ്, ദീപ വർഗീസ്, ആൽബിൻ ജെയ്സൺ, ഗ്രേസി ബാബു, ഷാലി ഫ്രാൻസിസ്, അജിൻ ജോസ്, വർഗീസ് KA, ജെസി വർഗീസ് എന്നിവർ സംസാരിച്ചു. ജോജി മളിയേക്കൽ, ലാലി ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഗ്ലാഡിസ് ഫെന്നി, ലൂയിസ് താണിക്കൽ, ആൽഡ്രിൻ ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശ്ശൂർ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിൽ ഓവറോൾ ഫസ്റ്റ്, ഹൈസ്കൂളിൽ ഓവറോൾ ഫസ്റ്റ്, അതുകൂടാതെ A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണം, ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ മികവുറ്റ മിഴിവാർന്ന ഒരു നിലവാരം പുലർത്തുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയം നമ്മുടെ പടുവിൽ ഫൊറാനയിൽ ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാനും അവരൊരു വിദ്യാലയത്തിൻ്റെതായ ഡിസിപ്ലിൻ വളരുവാനും തക്കതായ ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമാക്കുവാനായിട്ട് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലപ്പാട് ബീച്ച് ചാലുക്കുളം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. തൃശൂർ സിവിൽ എക്സൈസ് വകുപ്പ് ഓഫീസർ ജദീർ PM ക്ലാസ് നയിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഫുലൈൽ അഹ്സനി ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് RA ഫൈസൽ, സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, ജോയിന്റ് സെക്രട്ടറി മുനീർ PK, ട്രഷറർ അൻവർ PA എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, യുവാക്കൾ, മഹല്ല് നിവാസികളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ഒരാളെ കളിയാക്കാൻ പാടില്ല എന്നർത്ഥമുള്ള ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15, 14 എന്നിവ വിളിക്കുന്നു. ആർട്ടിക്കിൾ 15 പ്രകാരം പറയുന്നു, there is no discrimination based on sex, religion, caste, date of place എന്ന് പറഞ്ഞാൽ ഒരാളെയും വേർതിരിക്കാൻ പാടില്ല. ജാതിയുടെ പേരിലായിക്കോട്ടെ, മതത്തിന്റെ പേരിലായിക്കോട്ടെ, വർഗത്തിന്റെ പേരിലായിക്കോട്ടെ, ജനിച്ച സ്ഥലത്തിന്റെ പേരിലായിക്കോട്ടെ, ആരെയും വേർതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ഭരണഘടന അനുശാസിക്കുമ്പോൾ ആരെങ്കിലും കളിയാക്കാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥം കൂടി അതിലുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 8ാം ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് അത് പഠിപ്പിക്കുന്നത്. അടുത്തത് 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ ഒരു ഭാഗം കൂടി പഠിപ്പിക്കുന്നു, സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഇനി കഴിഞ്ഞില്ല, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എയ്ഡ്സിനെ കുറിച്ച്, ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നു എയ്ഡ്സിനെ കുറിച്ച്. എന്താണ് കാരണം? മുൻകാലങ്ങളിൽ 25-നും 30-നും ഇടയിലുള്ള ചില ആളുകളിൽ മാത്രം വന്നിരുന്ന എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം 2 വർഷമായിട്ട് 15-നും 20-നും ഇടയിലുള്ള കുട്ടികൾക്കിടയിൽ വ്യാപിക്കുന്നു. കലാസദനം സർഗസംഗമം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി നടത്തിവരുന്ന ദ്വൈവാര സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി P. കേശവദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു. കാട്ടൂർ TK ബാലൻ ഹാളിൽ നടന്ന സദസ്സ് സാംസ്കാരിക പ്രവർത്തകൻ P. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ രാമചന്ദ്രൻ അധ്യക്ഷനായി. CV ശ്രീലത, നോമി കൃഷ്ണ എന്നിവർ അവതരിപ്പിച്ച കവിതകളെ ആസ്പദമാക്കി നടന്ന ചർച്ചയ്ക്ക് രാധാകൃഷ്ണൻ വെട്ടത്ത്, രേഖ CG എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ PS മുഹമ്മദ് ഇബ്രാഹിം, VR ലിഷോയ്, ഇരിങ്ങാലക്കുട ബാബുരാജ്, സുരേഷ് ബാബു കിഴുത്താണി, K. ദിനേശ് രാജ, മുരളി നടയ്ക്കൽ, സുവിൻ കയ്പമംഗലം, ആന്റണി കൈതാരത്ത്, മണി KV, രാധാകൃഷ്ണൻ കിഴുത്താണി, ഷീജ കൊടുങ്ങല്ലൂർ, EP വിജയൻ, അനിലൻ ചരുവിൽ, വിജയൻ ചിറ്റേക്കാട്ടിൽ,
സദു ഏങ്ങൂർ, സിന്ധു മാപ്രാണം, ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ആൻസിയുടെ വീട്ടിൽ അപ്രതീക്ഷിത അതിഥിയായി മന്ത്രി എത്തി. നാഷണൽ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ കേരളത്തിനു വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ ആൻസി സോജന്റെ വസതിയിൽ സംസ്ഥാന കായിക യുവജനക്ഷേമ മന്ത്രി ഒ.ജെ. ജനീഷ് എത്തി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പരിശീലനത്തിനായാണ് ആൻസി സോജൻ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളത്. എന്നാൽ മന്ത്രി ആൻസിയുടെ വീട്ടിൽ നേരിട്ടെത്തിയ ആൻസിയുടെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കണ്ട് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു. മന്ത്രി ഒ.ജെ. ജനീഷ് കയ്യിൽ കരുതിയ മധുരവും ആൻസിയുടെ കുടുംബത്തിന് നൽകുകയുണ്ടായി. ലോങ് ജമ്പിൽ നിലവിലുണ്ടായ ഏഷ്യൻ റെക്കോർഡ് തന്നെ മറികടക്കുന്ന വനിതാ കായിക താരമാണ് ആൻസി സോജൻ. 22 വർഷമായുള്ള അഞ്ജു ബോബി ജോർജിന്റെ റെക്കോർഡും ആൻസി സോജൻ ഭേദിക്കുകയുണ്ടായി. 6.88 മീറ്റർ ചാടിയാണ് ഈ ചരിത്ര നേട്ടം ആൻസി സോജൻ കൈവരിച്ചത്. കായികരംഗത്ത് താരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് മന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. പുതിയ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി എല്ലാവിധ പിന്തുണയും കായികമന്ത്രി എന്ന നിലയിൽ ആൻസി സോജന്റെ കുടുംബത്തിന് മന്ത്രി വാഗ്ദാനം നൽകി. കായിക താരങ്ങൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. കുടിശ്ശിക പരമാവധി വേഗത്തിൽ വിതരണം ചെയ്യുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. പീപ്പിൾ ഫൗണ്ടേഷൻ തൃപ്രയാർ ചെയർമാൻ സലീഷ് തണ്ടാശ്ശേരി, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PM സുധീഖ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VD സന്ദീപ്, CV വികാസ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PC മണികണ്ഠൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K. രാമൻ, ഫസൽ PA എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ലയൺസ് ക്ലബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ ജീജ വ്യാസ ബാബു, ലയൺ ലീഡേഴ്സ് പ്രതാപൻ കളത്തിൽ, മാധവ മേനോൻ പി, വ്യാസ ബാബു VS, വേണുഗോപാൽ KN, സാനി ജോസഫ്, സുഭാഷ് ഞാറ്റുവെട്ടി, സുരേഷ് NM, സുധീർ KS, ബിന്ദു സുരേന്ദ്രൻ, യമുന റാണി, പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ലയൺസ് ക്ലബിൻ്റെ സ്വർണ്ണ ജൂബിലി പ്രമാണിച്ച് 50ാമത്തെ വർഷമാണ്. ആദ്യത്തെ ഐ ക്യാമ്പാണ് നടക്കുന്നത്. എല്ലാ വർഷങ്ങളിലും എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ സ്ഥിരമായിട്ട് എല്ലാ മാസങ്ങളിലും 2ാമത്തെ ഞായറാഴ്ചയാണ് ഐ ക്യാമ്പ് നടക്കുന്നത്. ഇത് 373ാമത്തെ ഐ ക്യാമ്പാണ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ലയൺസ് ക്ലബ്ബേഴ്സ് എല്ലാവരും സേവന പ്രവർത്തനനിരതരായിട്ട് എല്ലാ ഈ സെക്കൻഡ് സൺഡേസും ഇത് രാവിലെ 9 to ഉച്ചയ്ക്ക് 1 മണി വരെ എത്താറുണ്ട്. അന്തിക്കാട് സാന്ത്വനം ട്രസ്റ്റിന്റെയും തൃശൂർ ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ ഹാളിൽ ചേർന്നു. സാന്ത്വനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഷാജി MP, ട്രഷറർ സുധാകരൻ EG, ഹെഡ്മാസ്റ്റർ റെജി MP, ഐ വിഷൻ ഡോക്ടർമാരായ ഡോക്ടർ ശ്രീനിയ, കരിഷ്മ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. KSKTU പിരിങ്ങോട്ടുകര മേഖല സമ്മേളനം സംഘടിപ്പിച്ചു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് VS വിനയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മിനി രാമദാസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി MB സഹദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുപ്പ് ഏരിയ സെക്രട്ടറി KC രമേശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ സിബിൻ C ബാബു, കോമളൻ രാജൻ, MV മുകേഷ്, VV രാഗേഷ്, TB മായ, KB ജോഷി ബാബു, ഷൈജു, രതി സുരേന്ദ്രൻ, പ്രവീൺ കാട്ടുങ്ങൽ, CS ബാബുരാജ്, തങ്കമണി ശശിധരൻ എന്നിവർ സംസാരിച്ചു. കടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളി പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെയും എങ്ങടിയൂർ MI മിഷൻ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ ആക്ക മറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. പിതൃവേദി പ്രസിഡന്റ്
തോമസ് പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോബിൻ ജോർജ്, ഫാദർ ഡെമിൻ തറയിൽ, സെക്രട്ടറി ജോബി ജോസ്, ട്രഷറർ CO ആന്റോ, വൈസ് പ്രസിഡന്റ് ജോയ് പുത്തൻചിറ, ജോയിന്റ് സെക്രട്ടറി CO ആന്റണി എന്നിവർ സംസാരിച്ചു. പള്ളി കൈക്കാരന്മാർ CO ജിൻഡോ, ജെയ്സൺ പോൾ, VK വിൻസെന്റ്, ജോസഫ് അറയ്ക്കൽ, ആന്റണി വടക്കേത്തല, അരുൺ ആന്റണി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പൊതുചികിത്സാ വിഭാഗം, ഹൃദ്രോഗം, ത്വക്ക്, ENT, നേത്രരോഗം, അസ്ഥി, ശിശുരോഗം, മാരട, ക്യാൻസർ, രോഗനിർണയം എന്നീ 8 വിഭാഗങ്ങളിലായി ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു. കണ്ടശാങ്കടവ് ഇടവകയിൽ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന പിതൃവേദി സംഘടന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയുടെയും ആങ്ങണ്ടിയൂർ MI ആശുപത്രിയുടെയും സഹകരണത്തോടുകൂടി 8ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പാണ് ഇത്. ദയ ഹോസ്പിറ്റൽ വലപ്പാട്, തൃശൂർ JCI തൃപ്രയാർ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത്, ഗോൾഡൻ അവർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ വെച്ച് 138 തവണ രക്തം ദാനം ചെയ്ത് ടൈനി ഫ്രാൻസിസിനെ ആദരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI തൃപ്രയാർ പ്രസിഡന്റ് സിതേഷ് ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദയ ഹോസ്പിറ്റൽ വലപ്പാട് മാനേജറും പ്രോഗ്രാം ഡയറക്ടറുമായ മൊഹസിൻ പാണ്ഡികശാല, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ PA ഷഹർബാൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, IMA തൃശൂർ പ്രതിനിധി ഡോക്ടർ ബാലഗോപാലൻ, ഗോൾഡൻ അവർ ഫൗണ്ടേഷൻ മെമ്പർ RI സക്കറിയ, JC രാജി സൂരജ് എന്നിവർ സംസാരിച്ചു. മുൻ പ്രസിഡന്റുമാരായ സൂരജ് വെളിയിൽ, നിർമ്മല ടീച്ചർ, ഗോപകുമാർ, അഞ്ജലി മനോജ്, അഞ്ജന സിതേഷ്, കുന്നത്ത് മനോജ്, ബിലാൽ, സുധീഷ്, അനന്തു, ശരത്, ജിതിൻ PP, മുഹമ്മദ് ഷഹീൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മതിലകത്ത് അഖില കേരള അണ്ടർ-19 വോളിബോൾ ടൂർണമെന്റ് സംഘാടക സമിതി രൂപീകരിച്ചു. അഖില കേരള അണ്ടർ-19 ഫുട്ബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് സംഘടിപ്പിക്കാൻ തീരുമാനമായി. കോസ്മോസിന്റെ ആതിഥേയത്തിൽ മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. ടൂർണമെന്റിനായി കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് മുഖ്യരക്ഷാധികാരിയായും KK വത്സരാജ് MLA ചെയർമാനായും ഹംസ വൈപ്പിപ്പാടത്ത് ജനറൽ കൺവീനറായും മുൻ MLA ടി ടൈസൺ ചീഫ് കോർഡിനേറ്ററായും സംഘാടക സമിതി രൂപീകരിച്ചു. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. സംഘാടക സമിതി രൂപീകരണ യോഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോസ്മോസ് പ്രസിഡന്റ് VK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ടി ടൈസൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, CS രവീന്ദ്രൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സെക്രട്ടറി സാലി ലൂയിസ്, കോർഡിനേറ്റർ ഹംസ വൈപ്പിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാതിക്കോട് അൽ അഖ്സ പബ്ലിക് സ്കൂൾ, കാതിക്കോട് ജവഹർ ലൈബ്രറി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 28 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃപ്രയാറിൽ കടയുടെ ഷട്ടറിൽ ഫുട്ബോൾ താരങ്ങളുടെ ചിത്രം വരച്ച് ശ്രദ്ധ നേടുകയാണ് മുഹമ്മദ് അസ്ലം. ഉപ്പ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഷട്ടർ കണ്ടപ്പോൾ മകന് തോന്നിയ ആശയമാണ് ചിത്രങ്ങൾ വരച്ചാൽ നന്നാകുമെന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന റോഡ് ലിങ്ക് വർക്ക്ഷോപ്പിൽ പേച്ച് വർക്ക് ജോലികൾ ചെയ്യുന്ന സാലിയുടെ മകൻ മുഹമ്മദ് അസ്ലമാണ് ഫുട്ബോൾ താരങ്ങളുടെ ചിത്രങ്ങൾ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നത്. +2 പാസ്സായി ഡിഗ്രി പ്രവേശനം കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥിയാണ് അസ്ലം. പുറത്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പിന്നെ ഇതിൽ തന്നെ ജീവിക്കുക നമുക്ക് ഷട്ടറും പെയിൻ്റൊക്കെ തന്നു. ഇങ്ങനെ വരയ്ക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴാണ് തന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വാൾ പെയിൻറ്റിങ് ചെയ്യണത്. വേറെ പ്രത്യേകിച്ച് അത് പഠിക്കാനും പോയിട്ടില്ല. ചിത്രരചനയിലുള്ള അസ്ലമിന്റെ അഭിരുചി മനസ്സിലാക്കി റോഡ് ലിങ്ക് വർക്ക്ഷോപ്പ് ഉടമ PM നജീബ് ചിത്രം വരയ്ക്കാനുള്ള സൗകര്യമൊരുക്കിയത്. കാറിന് അടിക്കുന്ന വിലപിടിപ്പുള്ള പെയിന്റുകളാണ് വർക്ക്ഷോപ്പ് ഉടമ നജീബ് നൽകിയത്. ചിത്രം കാണാൻ ഫുട്ബോൾ പ്രേമികൾ നിരവധി പേരാണ് എത്തുന്നത്. മോൺട്രിച്ച്, ഒസിഞ്ഞോ, നെയ്മർ ജൂനിയർ, മെസ്സി, ഹാലൻഡ്, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബാപ്പെ,
യാമിൻ യമാൽ തുടങ്ങിയ പ്രശസ്തരായ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ ചിത്രങ്ങളാണ് ചിത്രരചന പഠിക്കാത്ത മുഹമ്മദ് അസ്ലം ഷട്ടറിൽ വരച്ച് ശ്രദ്ധ നേടുന്നത്. എടമുട്ടം ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടത്തി. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് അജിത് കുമാർ തറയിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് MG മോഹനൻ, സെക്രട്ടറി PN സുജിന്ദ്, ട്രഷറർ MA ഹിലാൽ എന്നിവർ സ്ഥാനമേറ്റെടുത്തു. പ്രസന്നൻ തറയിൽ, ഹരിദാസ് ആലേക്കാരൻ, PK ജോൺസൺ, സുനിൽ അരയംപറമ്പിൽ, രാജേഷ് വേളേക്കാട്ട് എന്നിവർ സംസാരിച്ചു. ദിനേശ് അരയംപറമ്പിലിന്റെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും നടന്നു. മുരിയാംതോട് സെന്ററിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. വലപ്പാട് തിരുപ്പഴഞ്ചേരി ക്ഷേത്രത്തിൽ സമീപം വടശ്ശേരി നാരായണനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റയാളെ വലപ്പാട് ഹാർട്ട് കെയർ ആംബുലൻസ് പ്രവർത്തകർ വലപ്പാട് ദയ ആശുപത്രിയിലും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലയൺസ് ക്ലബ് ഓഫ് വെങ്കിടങ്ങ സെൻട്രൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ആദരവും നടത്തി. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വിമൽ വേണു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് വേണു വേലായുധൻ, സെക്രട്ടറി ബെന്നി ചാലക്കൽ, ട്രഷറർ ഡെനിഷ് ജോസ് എന്നിവർ സ്ഥാനമേറ്റെടുത്തു. ജോൺസൺ എലവത്തിങ്കൽ, EV അഹമ്മദ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. CD ലിയോ റീജിയണൽ ചെയർപേഴ്സൺ പീതാംബരൻ രാരംഭത്ത്, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, AP രാമകൃഷ്ണൻ, MM ദിനേശൻ, അമൃത ജയപ്രകാശ്, ശ്രുതി ചന്ദ്രൻ, ബെന്നി ചാലക്കൽ, MS സുധീരൻ, ശ്വേത വേണു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാക്കർ, വാട്ടർ ബെഡ് എന്നിവയുടെ വിതരണവും നടന്നു. കാരണം അവശത അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ പ്രത്യേകം ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് വെങ്കിടങ്ങ സെൻട്രൽ ലയൺസ് ക്ലബ്ബ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏതൊരു ലയൺസ് ക്ലബ്ബിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല ക്ലബ്ബുകളും റിപ്പോർട്ടിങ്ങിൻ്റെ പുറകെ മാത്രം പോകുമ്പോൾ വ്യത്യസ്തമായി റിപ്പോർട്ടിങ്ങിനോടൊപ്പം തന്നെ യഥാർത്ഥത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ട് ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് വെങ്കിടങ്ങ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതിന് അകമഴിഞ്ഞ് പിന്തുണ നൽകിയിട്ടുള്ള ഈ ക്ലബ്ബിലെ എല്ലാ മെമ്പേഴ്സിനെയും പ്രത്യേകം ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ല കൈയ്യടി നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. ഞങ്ങൾ ഈ വർഷം കുറേ മാറ്റങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ അത് പ്രീ ക്യാബിനറ്റിലും അതേപോലെ തന്നെ PSC സ്കൂളിങ്ങിലും RCSC സ്കൂളിങ്ങിലും എല്ലാം ആ മാറ്റങ്ങളുടെ ഒരു തുടക്കം കുറിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഇന്നിവിടെ ആ മാറ്റം വേണ്ടാന്ന് വെച്ചു എന്ന് തോന്നുന്നു. കണ്ടശാങ്കടവ് മാമ്പുള്ളി കുറുവത്ത് ദാമോദരന്റെ മകൻ ബാബുരാജൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ. ഭാര്യ നീല, നിധിൻ, നയന എന്നിവർ മക്കളാണ്. മരുമക്കൾ അനുഷ, ശ്രീജിത്ത്. വാടാനപ്പള്ളി തൃത്തല്ലൂർ ആശാൻ റോഡിന് കിഴക്ക് വശം റിട്ടയർഡ് വാറന്റ് ഓഫീസർ തേറമ്പത്ത് ശങ്കരനാരായണന്റെ മകൻ സജീന്ദ്രൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ വാടാനപ്പള്ളി കേരള ബാങ്ക് റിട്ടയർഡ് മാനേജർ ലീന, മകൾ അങ്കിത, തൃപ്രയാർ NES കോളേജ് അധ്യാപിക, മരുമകൻ സഞ്ജു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിന്റെ മൃതദേഹം കരക്കടിഞ്ഞു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പുത്തൻപീടികയിൽ ഗ്രാജുല CO 2026 മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും ആദരം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.